നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന് വ്യക്തമാകുകയാണ്. ഇപിക്ക് പോകാൻ ചർച്ച നടത്താമെങ്കിൽ തനിക്ക് പോയി കൂടെ എന്ന നിലപാടിലാണ് മൂപ്പര്. CPM വേട്ടയാടുന്നു, BJPയിലേക്ക് പോയേക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് രാജേന്ദ്രൻ. CPMൽ നിന്ന് ഒരുത്തരും BJPയിൽ പോകില്ല, രാജേന്ദ്രനുമായി സംസാരിച്ച് എല്ലാം സെറ്റാക്കിയെന്ന് ഗീർവാണം വിട്ട MV ഗോവിന്ദന്റെ ബോധം പോയിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോൾ തീരുമ്പോൾ പണിയാണ്. ഏതായാലും കിട്ടിയ അവസരം കയറി മുതലാക്കുകയാണ് രാജേന്ദ്രൻ. BJP പ്രവേശത്തിൽ പിന്നെയും നിലപാട് മാറ്റിയിരിക്കുകയാണ് CPM മുൻ MLA എസ് രാജേന്ദ്രൻ. BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമാവുകയും BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് പാർട്ടിയുമായി രമ്യതയിലായി എന്നാണ് എസ് രാജേന്ദ്രൻ അറിയിച്ചിരുന്നത്. CPM തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണ്. ഇത് തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ BJP പ്രവേശത്തെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്നും അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. CPMൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലെന്നും തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടില്ല, താനില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണിതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. വീണ്ടും BJP പ്രവേശത്തെക്കുറിച്ച് സൂചന നൽകുമ്പോഴും പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് രാജേന്ദ്രന്റെ പഴിചാരൽ. മൂന്നാറിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. ഉപദ്രവിക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടു. എന്നിട്ടും ഇടതു സർക്കാർ തന്റെയും ഭാര്യയുടെയും പേരിൽ വരെ കേസുണ്ടാക്കി. മക്കളെയും ഭാര്യയെയും സംരക്ഷിക്കാത്തവരുടെ ജീവിതമൊന്നും ജീവിതമല്ല എന്നാണ് വിശ്വാസം. ഗതിയില്ലാതെ വരുമ്പോൾ നോക്കും. കൂടെയുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അതെല്ലാം ഇപ്പോഴും അപമാനമായി തുടരുകയാണെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. കുടുംബത്തെ മാത്രമല്ല കൂടെ നിൽക്കുന്നവരെയും ആക്രമിച്ചുവെന്നും ഇവരെയെല്ലാം സംരക്ഷിക്കാൻ ഭാവിയിൽ ലഭ്യമാകുന്ന ഏത് സഹായവും സ്വീകരിക്കുമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടപ്പോൾ BJPയിലേക്ക് ക്ഷണിച്ചിരുന്നതായും എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അന്ന് അവർ അറിയിച്ചതായും രാജേന്ദ്രൻ പറയുന്നു. അതേസമയം പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നും അറിഞ്ഞാലും പരസ്യമായി പങ്കുവെക്കില്ലെന്നു കൂടി രാജേന്ദ്രൻ പറഞ്ഞു. രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന ചർച്ചയാണ് ആദ്യം വന്നത്. EPയുടെ ഒരു ചർച്ചയെ അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനെ തണുപ്പിക്കാൻ നടക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ഇതിനിടയിൽ EPയിൽ നിന്നൊരു ചതി പ്രതീക്ഷിച്ചതേയില്ല. എന്നാൽ ഇപ്പോൾ EP വിവാദം കൊഴുക്കുമ്പോൾ അവസരം മുതലാക്കി BJPയുമായി കൈകൊടുക്കാൻ രാജേന്ദ്രൻ തയ്യാറാകുകയാണ്. പാർട്ടി തന്നെ വേട്ടയാടുന്നുവെന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നു. രാജേന്ദ്രൻ പോയാൽ കൂടെ എത്ര പേർ പോകുമെന്ന ഭയം CPMനുണ്ട്. പാർട്ടി കടുപ്പിച്ചതോടെ BJPയിലേക്കില്ല എന്ന് രാജേന്ദ്രൻ വീണ്ടും പറഞ്ഞു. CPM തന്നെ തീർക്കുമോ എന്ന ഭയമാണ് രാജേന്ദ്രനുള്ളത്. TPയുടെ ഗതിയാകുമോ വരാനിരിക്കുന്നത്? ഇടതിൽ നിന്ന് ഒരു നേതാക്കളെയും ചൂണ്ടാമെന്ന് BJP സ്വപ്നം കാണണ്ട എന്ന് വെല്ലുവിളിച്ച് ഗോവിന്ദൻ കളം നിറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് ഗോവിന്ദൻ വെല്ലുവിളി നടത്തിയത് രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ വന്ന സമയത്താണ്. എന്നാൽ ഇപ്പോൾ LDF കൺവീനർ തന്നെ BJP നേതാവുമായി ചർച്ച നടത്തിയെന്ന വിവരം പുറത്തു വരുമ്പോൾ ഇതിലും വലിയ അടി ഗോവിന്ദന് കിട്ടാനില്ല.